കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ബൈ ഗോൾഡ്. മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് ബൈ ഗോൾഡ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വരുമ്പോൾ ബൈ ഗോൾഡ്, വാർ എവിടെയെങ്കിലും അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഗോൾഡ്. എന്തിനും ഏതിനും സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒറ്റ സംഭവമുള്ളൂ, ബൈ ഗോൾഡ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരാൾ പതുക്കെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങുന്നുണ്ട്, സിൽവർ ചീപ്പാണ്. ലിറ്ററലി എല്ലായിടത്തും സിൽവർ ഉണ്ട്. സോളാർ പാനൽ മുതൽ മൊബൈൽ ഫോൺ വരെ സിൽവറിൻ്റെ പ്രസൻസ് ഇല്ലാത്ത മേഖല ഇല്ലെന്ന് തന്നെ പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ സിൽവർ ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സിൽവർ ആണോ പുതിയ സ്വർണം? ഈ ചോദ്യത്തിന് ശരിക്കും ആരും കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി തരുന്നില്ല. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വിഷ്ണു ടി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ സിൽവറിനെയും ഗോൾഡിനെയുമാണ് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ആൻസർ ലഭിക്കും. ഇപ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സെൻട്രൽ ബാങ്കുകൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ്, ജ്വല്ലറികൾ, അതുപോലെ നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ബയേഴ്സ് എന്ന് പറയാം. അതായത് വീട്ടമ്മമാരും നമ്മളെപ്പോലുള്ള ഓരോരുത്തർ ഇപ്പോൾ 1 ഗ്രാമും 10 ഗ്രാമും അല്ലെങ്കിൽ കുറച്ച് പവന് സ്വർണ്ണമൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നവർ, സ്വർണം പ്യുവറായിട്ട് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കരുതുന്നവർ, അല്ലെങ്കിൽ ആഭരണം പോലെ സ്വർണം വാങ്ങി വയ്ക്കുന്നവർ, ഇവരൊക്കെയാണ് സ്വർണത്തിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുക. അതായത് ഗോൾഡിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുന്ന 3 കാര്യങ്ങളുണ്ട്: ഇമോഷൻ, ട്രഡീഷൻ ആൻഡ് സെക്യൂരിറ്റി. സിൽവർ കുറച്ചും കൂടി ഡ്യുവൽ പർപ്പസ് ഉള്ള മെറ്റലാണെന്ന് പറയാം. അതിന് സ്റ്റോർ വാല്യൂ ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വാല്യൂ ഉണ്ട്. ഗോൾഡിന് ഇൻഡസ്ട്രിയൽ വാല്യൂ 0 ആണെന്നല്ല ഞാനിവിടെ പറയുന്നത്. ഗോൾഡിനെ വെച്ച് നോക്കുമ്പോൾ സിൽവറിൻ്റെ ഇൻഡസ്ട്രിയൽ വാല്യൂ കുറച്ച് കൂടുതലാണ്. ബിക്കോസ് നമുക്ക് എല്ലായിടത്തും സിൽവർ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിലും സോളാർ പാനലും EVയിലും എന്തിന് സിറിഞ്ചിൻ്റെ നീഡിലായിട്ട് വരെ നമുക്ക് സിൽവറിനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് റിയാക്ട് ചെയ്യുന്നത് ഫിയറിനോടും സിൽവർ റിയാക്ട് ചെയ്യുന്നത് ഇന്നോവേഷനോടുമാണ്. ഗോൾഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല ക്രൈസിസ് വരുന്ന സമയത്ത് അതിങ്ങനെ മിന്നി തിളങ്ങും, നമുക്കത് കാണാൻ പറ്റും. പക്ഷേ സിൽവർ ആണെങ്കിൽ അടുത്ത ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആവാനുള്ള സാധ്യതയുടെ തുടക്കത്തിലാണെന്ന് പറയാം നമുക്ക്. പക്ഷേ നമ്മളിവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ പറ്റിയല്ല സംസാരിക്കുന്നത്, നമുക്ക് റിട്ടേൺസ് ആണ് വേണ്ടത്. അപ്പോൾ നല്ലൊരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കിട്ടിയ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് മാത്രം ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് നല്ല റിട്ടേൺസ് തരണം എന്നില്ല. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും സെൻറ്റിമെൻസും ഒക്കെ ഈ റിട്ടേണിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് കൂടിയാണ്. പാരാമീറ്റർ 2, റിട്ടേൺ. നമുക്ക് കുറച്ച് ഡാറ്റ സംസാരിച്ച് നോക്കാം. ലാസ്റ്റ് 1 ഇയറിൻ്റെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ETF, നിപ്പോണിൻ്റെ ഗോൾഡ് ETF നമുക്ക് സെറോദയിലും അപ്സ്റ്റോക്സ് എല്ലായിടത്തും കാണാം. അത് തന്നിട്ടുള്ള റിട്ടേൺ 32%, അതേപോലെ തന്നെ സിൽവറിൻ്റെ ETF തന്നിട്ടുള്ളത് 18%. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും ഗോൾഡാണ് കൂടുതൽ റിട്ടേൺ നൽകുന്നതെന്ന്. പക്ഷേ ഷോർട്ട് ടൈം നമ്പർ കുഡ് ബി മിസ്ലീഡിങ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് 1995 മുതൽ 2024 വരെയുള്ള 30 കൊല്ലത്തെ ഡാറ്റ ഒന്ന് നോക്കിയാലോ. USDയുടെ ടൈംസിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് തരുന്ന ആവറേജ് ആനുവൽ റിട്ടേൺ 7.5%, സിൽവറിൻ്റെ ആവറേജ് ആനുവൽ റിട്ടേൺ 6.8% ആണ്. സ്റ്റിൽ ഗോൾഡ് തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. ഇതിലേക്ക് റുപ്പി ഡിപ്രീസിയേഷൻ്റെ എഫക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഗോൾഡ് 10.5% റിട്ടേണും സിൽവർ 9.8% റിട്ടേണാണ് നൽകുന്നത്. ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും അത്ര വലിയ മാരകമായിട്ടുള്ള ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ റിട്ടേൺ എന്നുള്ള പാരാമീറ്റർ വെച്ചിട്ട് നമുക്ക് ഗോൾഡിനെയും സിൽവറിനെയും ഏതാ മികച്ചത് എന്ന് അളക്കാനും സാധിക്കില്ല. അപ്പോൾ അടുത്ത പാരാമീറ്റർ 3, വോളറ്റാലിറ്റി. ഗോൾഡ് നമുക്കറിയാം, ഗോൾഡ് കുറച്ചല്ല നല്ല സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഗോൾഡ്. സിൽവർ അങ്ങനെയല്ല, സിൽവറിനെ ഹാഫ് മെറ്റൽ ഹാഫ് മാഡ്നസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് സിൽവറിൻ്റെ വോളറ്റാലിറ്റി. സിൽവർ ഗോൾഡിനേക്കാൾ വോളറ്റൈലാണ്, ചിലപ്പോൾ നമുക്ക് സ്റ്റോക്കിനേക്കാളും വോളറ്റൈലാണെന്ന് പറയാം. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറയും, ഗോൾഡിൻ്റെയും സ്റ്റോക്കിൻ്റെയും പോലെയല്ല ഈ സിൽവറിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഈ സപ്ലൈ ഡിമാൻഡിൽ വരുന്ന കുഞ്ഞു വേരിയേഷൻസ് കാരണം കൊണ്ട് അതിൻ്റെ മാർക്കറ്റ് ചിലപ്പോൾ കിട്ടുന്നിങ്ങനെ കുലുങ്ങും. അപ്പോൾ നമുക്ക് സഡൻ സ്പൈക്ക് അല്ലെങ്കിൽ സഡൻ ഫോൾ സംഭവിക്കാം. നോർമലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളറ്റാലിറ്റി സിൽവറിൻ്റെ പ്രൈസ് റേഞ്ചിൽ കാണുന്നത് നോർമലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഗോൾഡിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ വോളറ്റാലിറ്റി കാണാൻ സാധിക്കില്ല. വളരെ ലെസ് വോളറ്റൈലായിട്ടുള്ള ഹൈലി സ്റ്റേബിളായിട്ടുള്ള
ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് ഗോൾഡ്. അതായത് സിൽവർ അൺപ്രഡിക്റ്റബിളും അൺസ്റ്റേബിളുമാണ്. അപ്പോൾ നിങ്ങളൊരു സമാധാനപരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സിൽവർ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷനേ അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്താലോ? നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് തമ്മിലുള്ള ഒരു കോറിലേഷൻ കൂടി നോക്കി നോക്കാം. പാരാമീറ്റർ ഫോർ കോറിലേഷൻ. ഒരുമിച്ച് വളരുന്ന അസറ്റ്സ് അല്ല നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടത്. ഒരുമിച്ച് ഗ്രോ ചെയ്യാത്ത അസറ്റ്സ് ആണ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും പിക്ക് ചെയ്യേണ്ടത്. ഇവൻ എന്തൊക്കെ വിളിച്ച് പറയണമെന്ന് തോന്നാം, പക്ഷേ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, വലിയ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. യു ഷുഡ് ആക്സെപ്റ്റ് ഇറ്റ്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടിടുന്നതല്ല, മറിച്ച് അൺകോറിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ് നമ്മൾ സ്വരൂപിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡും സിൽവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു പ്രശ്നമുണ്ട്. ബിക്കോസ് അതിൻ്റെ കോറിലേഷൻ ഹൈ ആണ്. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കോറിലേഷൻ എന്ന് പറയുന്നത് 0.7 ആണ്. അപ്പോൾ 0.7 പകരം 1 ആണെന്ന് വിചാരിക്കുക. ഗോൾഡ് 1% മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിൽവറും 1% മൂവ് ചെയ്യും. അപ്പോൾ ഗോൾഡിൻ്റെ സെയിം മൂവ്മെൻറ്റ് സിൽവർ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സെയിം മൂവ്മെൻറ്റ്. അപ്പോൾ അത് അത്ര നല്ലതല്ല പോർട്ട്ഫോളിയോയിൽ. 0.7 എന്ന് പറയുന്നത് 1ഉം 0.7 സെയിം അല്ല, പക്ഷേ 0.7 ഈസ് വെരി നിയർ ടു 1. അതായത് അത് തമ്മിലുള്ള കോറിലേഷൻ വെരി ഹൈ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അൺകോറിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സിനെ സ്വരൂപിക്കൽ ആണെന്നാണ്. അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഓൾറെഡി ഗോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സിൽവർ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ബെനിഫിറ്റ്സും ഇല്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ആ ബിഗ് ക്വസ്റ്റിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. ഈ സിൽവർ ഈസ് ന്യൂ ഗോൾഡ്, അല്ലെങ്കിൽ ഞാൻ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ആ ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഗോൾഡിൻ്റെ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് പറയാം. ഗോൾഡ് എന്ന് പറയുന്നത് ലെസ് വോളട്ടൈലാണ്, ഹൈലി സ്റ്റേബിളാണ്, നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ എക്കണോമിക് ക്രൈസിസിൻ്റെ സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ സിൽവർ ഇങ്ങനെയൊന്നുമല്ല. സിൽവർ ഇമോഷൻ്റെയും അല്ലെങ്കിൽ ഫിയറിൻ്റെയും പുറത്ത് റൺ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. പക്ഷേ അത് കുറച്ചുകൂടി ടാക്റ്റിക്കലാണ്. ഞാൻ പറഞ്ഞ സിൽവറിൻ്റെ മാർക്കറ്റ് വളരെ ചെറുതാണ്. അപ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ക്രൈസിസ്, സഡൻ ഡിമാൻഡ് ക്രൈസിസ് വരികയാണെങ്കിൽ സൂപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ടൂളും അല്ലെങ്കിൽ വിശകലന ശക്തിയും സാധാരണക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതൊരു വശത്ത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ സിൽവറും ഗോൾഡും കൊണ്ട് നിറയ്ക്കാതിരിക്കുക. ബിക്കോസ് ഈ സിൽവറിനും ഗോൾഡിനും ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ദേ ഡോണ്ട് കോമ്പൗണ്ട്, ദേ ഡോണ്ട് ക്രിയേറ്റ് ഇൻകം. അവിടെ ഡിവിഡൻസ് ഒന്നും തരുന്നില്ല നമുക്ക് ഗോൾഡ്. ദേ ഡോണ്ട് കൺസിസ്റ്റൻ്റ്ലി ബീറ്റ് ഇൻഫ്ലേഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? ഗ്രോത്തിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റോക്കിലാണ്. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡെറ്റിലാണ്, അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിലാണ്. ജീവിതത്തിലുണ്ടാകുന്ന സർപ്രൈസുകൾക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെക്കേണ്ടത് എമർജൻസി ഫണ്ടാണ്. ഗ്ലോബൽ ക്രൈസിസ്, എക്കണോമിക് ബ്രേക്ക് ഡൗൺസ്, ഗ്ലോബൽ മെൽറ്റ് ഡൗൺസ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗോൾഡിലാണ്. അപ്പോൾ സിൽവറിൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് യു ആർ റെഡി ടു ടേക്ക് അനദർ റിസ്ക്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഐ ആം ഗോയിങ് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. സിൽവർ ഈസ് ദി ന്യൂ ഗോൾഡ്. ഇൻഡസ്ട്രിയൽ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ന്യൂ ഗോൾഡായിട്ട് മാറി വരുന്നുണ്ട്. നല്ലൊരു റെവല്യൂഷൻ തന്നെ ആ ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ ഒട്ടും ആയിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ. വാട്ട്സ് എ ടേക്ക്? ഇപ്പോൾ നമുക്ക് സിൽവറിൻ്റെ ഭയങ്കര ഹൈപ്പ്, സിൽവർ ഗോൾഡിൻ്റെ മുകളിൽ കയറി വരും, സിൽവറാണ് ഇപ്പോൾ വലിയ സംഭവം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ്, ഇൻഫോർമേഷൻസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും കണ്ട് കണ്ണു മഞ്ഞളിക്കാതെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.